ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ യൂണിറ്റായ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസിലെ ചോദ്യോത്തരങ്ങളാണ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ പേജ് നമ്പർ 8ലെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. പേജ് നമ്പർ 8ലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. വൈ ഡിഡ് യൂറോപ്യൻസ് നീഡ് ടു ഫൈൻഡ് ആൻ ആൾട്ടർനേറ്റ് റൂട്ട് ടു ഏഷ്യ? എന്തുകൊണ്ടാണ് യൂറോപ്യൻസ് ഒരു ഏഷ്യയിലേക്ക് വേറൊരു വഴി, ഒരു റൂട്ട് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആവശ്യമായത് എന്തുകൊണ്ട്? ആഫ്റ്റർ ദ തുർക്സ് ക്യാപ്ചേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453 ഇറ്റ് പ്രിവെൻറ്റഡ് യൂറോപ്യൻ ട്രേഡ് യൂസിങ് ദ ട്രഡീഷണൽ ലാൻഡ് റൂട്ട്. അപ്പോൾ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 പിടിച്ചടക്കി. അതിനുശേഷമാണ് യൂറോപ്യൻസ് വേറൊരു റൂട്ട് തിരയാൻ തുടങ്ങിയത്. ഹു വാസ് ദ ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ഇന്ത്യ ബൈ സീ? ആദ്യമായിട്ട് കടൽ മാർഗം വന്ന യൂറോപ്യൻ ആരാണ്? വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ ഫ്രം പോർച്ചുഗൽ. നെക്സ്റ്റ്, വാട്ട് പ്രോംപ്റ്റഡ് യൂറോപ്യൻസ് ടു എക്സ്പ്ലോർ ന്യൂ സീ റൂട്ട്സ്? എന്തുകൊണ്ടാണ് യൂറോപ്യൻസ് പുതിയ കടൽ മാർഗങ്ങൾ, സീ റൂട്ട്സൊക്കെ കണ്ടുപിടിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്? ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ഷിപ്പ് ബിൽഡിംഗ്, ജോഗ്രഫി നോളേജ്, കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ് ആസ് വെൽ ആസ് ട്രാവൽ റൈറ്റിംഗ്സ് ആൻഡ് ഡിമാൻഡ് ഫോർ ഏഷ്യൻ പ്രോഡക്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് അവരെ പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. ഇനി അടുത്തത്, വാട്ട് പ്രോംപ്റ്റഡ് യൂറോപ്യൻസ് ടു എക്സ്പ്ലോർ ന്യൂ സീ റോഡ്സ്? ഇനി നാലാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രത്യേകത ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഹബ് ഫോർ ലാൻഡ് ട്രേഡ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. അപ്പോൾ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു എന്ത്? കോൺസ്റ്റാന്റിനോപ്പിൾ. ഇനി, വൈ വേർ യൂറോപ്യൻസ് ഇൻട്രസ്റ്റഡ് ഇൻ ട്രേഡിംഗ് വിത്ത് ഏഷ്യ? ഏഷ്യയുമായി ട്രേഡിങ്ങിന് അല്ലെങ്കിൽ വ്യാപാരത്തിന് യൂറോപ്യൻസിന് എന്തുകൊണ്ടാണ് കൂടുതൽ താല്പര്യം? ദർ വാസ് എ കൊമേഴ്ഷ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രോഡക്ട്സ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പ്. അപ്പോൾ ഏഷ്യയിലെ പ്രോഡക്ട്സിനൊക്കെ യൂറോപ്പിൽ വൻ ഡിമാൻഡ് ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് അടുത്ത പേജിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വാസ്കോഡ ഗാമ വോയേജ്, ദ പ്ലേസ് വെർ വാസ്കോഡ ഗാമ അറൈവ്ഡ്, ദ ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ് ഹി ട്രാൻസ്വേഴ്സ്ഡ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്? ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വാസ്കോഡ ഗാമാസ് വോയേജ് വാസ് ലിസ്ബൺ, പോർച്ചുഗൽ. പോർച്ചുഗലിലെ ലിസ്ബൺ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പ്ലേസ് ഓഫ് അറൈവൽ എവിടെയാണ് വന്ന് ചേർന്നത്? വാസ്കോഡ ഗാമ അറൈവ്ഡ് ഇൻ കാലിക്കറ്റ്, നൗ ഇൻ കോഴിക്കോട്, ഇന്ത്യ. ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ് ട്രാൻവേഴ്സ്ഡ് വാസ്കോഡ ഗാമ. അപ്പോൾ ഏതൊക്കെ ഓഷ്യൻസിലെയും കോണ്ടിനെൻറ്റ്സിൽ കൂടെയാണ് കടന്നു പോയത്? അറ്റ്ലാന്റിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും. അതേപോലെ തന്നെ കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണ്? യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. അപ്പോൾ ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് ഓഷ്യനും അതേപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യനും. അതേപോലെ കോണ്ടിനെൻറ്റ്സ് പറയുമ്പോൾ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. ഇനി അടുത്ത നോക്കാം. അടുത്ത ചോദ്യം, ഇനി ഈ പിക്ചേഴ്സുള്ളതൊക്കെ നമ്മളോട് എഴുതാനാണ്. പിക്ക് 1 എന്താണ്? പിക്ക് 1 ടേബിളിന് മേശ എന്നാണ് പറയുക. ചെയർ എന്ന് പറയുന്നത് കസേര. അൽമറ, അലമാര. പേന. വിൻഡോക്ക് ജനാല. സാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്കിനാണ് നമ്മൾ സാക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ പോർച്ചുഗലിൽ നിന്ന് വന്ന വേർഡിങ്സ് ആണ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ലിസ്റ്റ് മലയാളം നെയിംസ് ഓഫ് ദ തിങ്സ് ഗിവൺ ഇൻ ദ പിക്ചർ. അപ്പോൾ ഇതിലുള്ള പിക്ചറിലുള്ളതൊക്കെ എഴുതുക. ഓക്കെ, ഇനി പോർച്ചുഗീസുമായിട്ടുള്ള വ്യാപാരത്തിൽ കൂടെ നമുക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കാം. വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പോർച്ചുഗീസ് ഓൺ ദ മലയാളം ലാംഗ്വേജ്? മലയാളം ലാംഗ്വേജിൽ എന്തൊക്കെ റിസൾട്ടാണ് വന്നത്? കുറച്ച് വേർഡ്സൊക്കെ പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ മേശ, കസാര, ഇതൊക്കെ പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്ന് വന്നതാണ്. മലയാളം റിസീവ്ഡ് വേർഡ്സ് ഫ്രം പോർച്ചുഗീസ് ലാംഗ്വേജ്. വിച്ച് ഫ്രൂട്ട്സ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോർച്ചുഗീസ്? പോർച്ചുഗീസുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. അതിൻ്റെ പേരെന്തൊക്കെയാണ്? കാഷ്യൂ ട്രീ, അതായത് പറങ്കിമാവ്, പപ്പായ, പേരക്ക ആൻഡ് പൈനാപ്പിൾ. ഇനി അടുത്തത്, വാട്ട് വാസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോർട്ട് മാനുവൽ ഇൻ കൊച്ചി? കൊച്ചിയിലുള്ള ഫോർട്ട് മാനുവലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഫോർട്ട് മാനുവൽ വാസ് ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ. ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ടാണ് ഫോർട്ട് മാനുവൽ. എന്താണ് ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചിട്ട് നമ്മൾ എന്താ എഴുതേണ്ടത്? ഫോർട്ട് മാനുവൽ ആണ്.
ഇനി അടുത്തത് വിച്ച് റീജിയൻസ് ഇൻ ഇന്ത്യ കെയിം അണ്ടർ പോർച്ചുഗീസ് റൂൾ. പോർച്ചുഗീസ് ഭരണത്തിന് കീഴിൽ വന്നത് കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദിയു. ഇനി അടുത്തത് വാട്ട് വർ സം ഓഫ് ദ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. They popularized printing technology, art forms like ചവിട്ടുനാടകം and മാർഗംകളി and European style of construction. അപ്പോൾ എന്തൊക്കെ കൾച്ചറലായിട്ട് സാംസ്കാരികമായിട്ട് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടായെന്ന് ചോദിച്ചാൽ പ്രിൻറ്റിംഗ് ടെക്നോളജി പറയാം, അതേപോലെ തന്നെ ചവിട്ടുനാടകം, മാർഗം കളി, പിന്നെ യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ. ഇതൊക്കെ പോർച്ചുഗീസിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഇന്ത്യയിൽ വന്നതാണ്. ഇനി വാട്ട് കൈൻഡ് ഓഫ് ട്രെയിനിങ് ഡിഡ് ദ പോർച്ചുഗീസ് പ്രൊവൈഡ്. ഇനി നമുക്ക് അടുത്തത് ഇവിടെ നിങ്ങൾ പേജിൽ കണ്ടല്ലോ. ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ, ഫോർട്ട് മാനുവൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. ദ റീജിയൻ ഓഫ് കൊച്ചി, ഗോവ ആൻഡ് ദാമൻ ദിയു came under the rule of Portuguese. Printing technology was popularized. Art forms such as Chavittanadakam and Margangali were popularized. European style of construction was started. Training was given for war tactics and European weapons. Christian religious education centers were started. ഇത്രയും അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഇനി അടുത്ത ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ഓഫ് ദ പോർച്ചുഗീസ് കോണ്ടാക്ട് ഇൻ ഇന്ത്യ ഡിഫറെൻറ്റ് ഏരിയാസ്. ഇനി ഓരോ ഏരിയാസിലും അവർ ഈ പറഞ്ഞിരുന്ന എടുത്ത് എഴുതാനാണ്. പൊളിറ്റിക്കൽ ഫീൽഡ്, അഗ്രികൾച്ചർ സെക്ടർ, നോളേജ് സെക്ടർ, കൾച്ചറൽ സെക്ടർ, അങ്ങനെ 4 വിഭാഗങ്ങളായിട്ട് നിങ്ങളൊരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിൽ നമുക്ക് എന്ത് എഴുതാം? First European fort in India was established in Kochi. The regions of Kochi, Goa and Daman Diu came under the rule of Portuguese. In agriculture sector നമുക്ക് എഴുതാം cashew tree, papaya, guava and pineapple were introduced. Knowledge sector ആ കോളത്തിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? Printing technology was popularized. Training was given in the war tactics and European weapons. Christian religious education centers were started. In cultural sector art forms such as Chavittanadakam and Margangali were popularized. European style of construction was started. ഇത്രയും നമുക്ക് അതിലെഴുതാം. ഇനി അടുത്ത് നമ്മൾ പറയുമ്പോൾ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചാണ് പറഞ്ഞത്. വാസ്കോ ഡ ഗാമയെക്കുറിച്ചും അതേപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഡച്ചിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഡച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നാട് എവിടെയാണ്? ഹോളണ്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹൂ വർ ദ യൂറോപ്യൻസ് ദാറ്റ് കെയിം ടു ഇന്ത്യ ആഫ്റ്റർ ദ പോർച്ചുഗീസ്. പോർച്ചുഗീസ് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വന്ന യൂറോപ്യൻസ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഇതിൻ്റെ ഡച്ചാണ്. ഫ്രം ഹോളണ്ട്. അവർ എവിടെ നിന്നാണ് അവർ വന്നത്? ഡച്ചുകാർ, ഹോളണ്ടിലുള്ളവരാണ്. അവരെ വിളിക്കുന്നത് ഡച്ച് എന്നാണ് കേട്ടോ. ഓക്കെ, ദ യൂറോപ്യൻസ് ഹു കെയിം ടു ദ ഇന്ത്യ ആഫ്റ്റർ പോർച്ചുഗീസ് were from Holland, Netherlands. They were also known as Dutch. ഓക്കെ, ഇനി വാട്ട് വർ ദ മേജർ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ. അവരുടെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് സെൻറ്റേഴ്സ് എവിടെയായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? നാഗപട്ടണം, ബോൾച്ച്, ബറൂച്ച്, അഹമ്മദാബാദ് ആൻഡ് ചിൻസറ. ഇത്രയും കാര്യങ്ങളാണ്. വാട്ട് വാസ് ദ ഔട്ട്കം ഓഫ് ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഡച്ച് ആൻഡ് പോർച്ചുഗീസ് ഫോർ ട്രേഡ് മോണോപ്പൊളി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആരുണ്ട്? ആദ്യം തന്നെ പോർച്ചുഗീസ് ഉണ്ട്. അപ്പോൾ ഡച്ച് കൂടി വന്നപ്പോൾ അവിടെ എന്താണ്? ഒരു കോമ്പറ്റീഷൻ വന്നു. എന്താണ് അതിൻ്റെ അനന്തരഫലം എന്താണ്? അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരുന്നു? ദ ഡച്ച് ഡിഫീറ്റഡ് ദ പോർച്ചുഗീസ്. ഡച്ചുകാർ ആരെ തോൽപ്പിച്ചു? പോർച്ചുഗീസിനെ തോൽപ്പിച്ചു. വാട്ട് വാസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ. അതുമായി ബന്ധപ്പെട്ടൊരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ. അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? ഒരു പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചത്. ഡച്ച് ലോസ്റ്റ്. ഡച്ചിന് അവരുടെ സുപ്രീമസി ഇൻ ഇന്ത്യ ആഫ്റ്റർ ബീങ് ഡിഫീറ്റഡ് ബൈ മാർത്താണ്ഡവർമ്മ ദ റൂളർ ഓഫ് ട്രാവൻകൂർ. അപ്പോൾ ഡച്ചിന് അവരുടെ സുപ്രീമസി ഇവിടെ ഇന്ത്യയിൽ അവരുടെ സുപ്രീമസി നഷ്ടപ്പെട്ട ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ. അത് ആരുമായിട്ടാണ്? മാർത്താണ്ഡവർമ്മയുമായിട്ടാണ് ആ യുദ്ധം നടന്നത്. Who won the battle of Kolachal and in what year? മാർത്താണ്ഡവർമ്മ ദ റൂളർ ഓഫ് ട്രാവൻകൂർ വൺ ദ ബാറ്റിൽ ഇൻ 1741. അപ്പോൾ 1741 മാർത്താണ്ഡവർമ്മയാണ് ഈ ഒരു യുദ്ധം ജയിച്ചത്. വാട്ട് വാസ് ദ നോട്ടബിൾ അബൌട്ട് ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ ഇൻ ദ ഹിസ്റ്ററി ഓഫ് യൂറോപ്യൻ പവേഴ്സ് ഇൻ ഇന്ത്യ.
അപ്പം ബാറ്റിൽ ഓഫ് കൊളച്ചറിന് ഹിസ്റ്ററി ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് എ യൂറോപ്യൻ പവർ ലോസ്റ്റ് ടു ഇന്ത്യൻ റൂളർ. ഒരു ഇന്ത്യൻ ഭരണാധികാരിയോട് ഒരു യൂറോപ്യൻ കൺട്രി തോറ്റത് ആദ്യമായിട്ട് ഈ ഒരു യുദ്ധത്തിലാണ്, ബാറ്റിൽ ഓഫ് കൊളച്ചർ. അപ്പോൾ അതിൻ്റെ ഒരു ഇയർ, വിച്ച് ഇയർ എന്ന് വെച്ചാൽ 1741 ആണ്. മാർത്താണ്ഡവർമ്മയാണ്. എതിരായിട്ട് ആരാളുള്ളത്? ഡച്ചുകാരാണ്. ഇനി അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ഹോർത്തൂസ് മലബാറിക്കസ്? എ ബുക്ക് ദാറ്റ് പ്രസൻസ് ദ ഇൻഫോർമേഷൻ അബൌട്ട് 742 മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. അപ്പോൾ എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബുക്കാണ് എന്ത്? ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പം 742 മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. ഇനി ഹൂ കമ്പൈൻഡ് ഹോർത്തൂസ് മലബാറിക്കസ്? ആരാണ് ഇത് എഴുതിയത്? ഹെൻറിക് വാൻ റീഡ്, ദ ഡച്ച് ഗവർണർ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇ.ടി. അച്യുതൻ ആൻഡ് അതർ എക്സ്പേർട്സ്. അപ്പം ഇത് ശരിക്കും എഴുതിയത് ആരാണ്? വാൻ റീഡാണ്. അതിന് സഹായം ചെയ്തു കൊടുത്ത ആൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ഇ.ടി. അച്യുതനാണ്. ഇ.ടി. അച്യുതൻ. ഇനി ഹൂ ഹെൽപ്ഡ് ഹെൻറിക് വാൻ റീഡ് ഇൻ കമ്പനി ഹോർത്തൂസ് മലബാറിക്കസ്? അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എഴുതാൻ ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്? ഒന്നാമത്തത് ഇ.ടി. അച്യുതൻ, പിന്നെ അപ്പു ഭട്ട്, രംഗ ഭട്ട് ആൻഡ് വിനായക ഭട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is notable about Hortus Malabaricus in terms of language? ഇനി ഭാഷാപരമായിട്ട് എന്താണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് വാസ് ദ ഫസ്റ്റ് ബുക്ക് ടു ബി പ്രിൻറ്റഡ് വിത്ത് സം മലയാളം വേർഡ്സ്. മലയാളം വേർഡ്സ് അച്ചടിച്ച ആദ്യത്തെ ഒരു ബുക്കാണ് എന്ത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഹു ട്രാൻസ്ലേറ്റഡ് ഹോർത്തൂസ് മലബാറിക്കസ് ഇൻ ടു മലയാളം ഇൻ ഇംഗ്ലീഷ്? ഈ ഹോർത്തൂസ് മലബാറിക്കസിനെ മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്തത് ആരാണ്? ഡോക്ടർ K.S. മണിലാൽ. Who was ഇ.ടി. അച്യുതൻ? an accomplished indigenous medical practitioner from a traditional family of medical practitioners. അപ്പോൾ ആരാണ് ഇ.ടി. അച്യുതൻ എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്. ട്രഡീഷണൽ ഫാമിലിയിൽ നിന്ന് വന്ന ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ് ഇ.ടി. അച്യുതൻ. ഇ.ടി. അച്യുതനാണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതാൻ വാൻ റീഡിനെ സഹായിച്ചത്. വേർ വാസ് ഇ.ടി. അച്യുതൻ ബോൺ? എവിടെയാണ് അവർ ജനിച്ചത്? കാടക്കാരപ്പള്ളി വില്ലേജ് ഇൻ ചേർത്തല താലൂക്ക് ഓഫ് ദ പ്രസൻറ്റ് ഡേ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ചേർത്തല താലൂക്കിലാണ് അവർ ജനിച്ചത്. ഡച്ചിനെ കുറിച്ചും പഠിച്ചു, പോർച്ചുഗീസിനെയും കുറിച്ചും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രഞ്ചിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.